വാർത്തകളിലേക്ക്. കോൺഗ്രസ് പാർട്ടിയുടെ കൊടി പുറത്തെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലുണ്ടായതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. BJPയും കോൺഗ്രസും കേരളത്തിൽ സംസാരിക്കുന്നത് ഒരേ ഭാഷയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. മാവേലിക്കര മണ്ഡലം LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബഹുജന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MA ബേബി. BJPക്കെതിരായ രാഷ്ട്രീയവും സംഘടനാ പ്രവർത്തനവും വ്യക്തതയോടുകൂടി നിർവഹിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ആവുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നമ്മൾ വാർത്ത കാണുന്നില്ലല്ലോ, ആ ധാരണയിൽ അത്രയും പേര് കോൺഗ്രസിലുണ്ടെന്ന് പറയാം. ഔദ്യോഗിക പ്രതിപക്ഷത്തിന്റെ പദവി ഇല്ല. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കയ്യിൽ സ്ഥിരമായിരുന്ന അമേധിയിൽ രാഹുൽ ഗാന്ധി തോക്കുകയാണ്. ഇവിടെ ദൂരെ നിന്ന് കേൾക്കുന്ന കോൺഗ്രസുകാരോട് ഞാൻ ചോദിക്കുകയാണ്, അമേഠിയിൽ കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റായ അമേഠിയിൽ 3 ലക്ഷത്തിൽ ചില്ലുവാൻ വോട്ടിനാണ് ആദ്യം രാഹുൽ ഗാന്ധി ജയിക്കുന്നത്. 2004 തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കും. പിന്നെ അദ്ദേഹത്തിന്റെ വോട്ടിങ്ങിന് കുറഞ്ഞു വന്ന് സ്മൃതി ഇറാനിയോട് കഴിഞ്ഞ തവണ തോറ്റു. ആ തോൽവിയുടെ തന്നെ പിന്നിലുള്ള കാരണം BJPക്കെതിരായ രാഷ്ട്രീയവും BJPക്കെതിരായ സംഘടനാ പ്രവർത്തനവും വ്യക്തതയോടുകൂടി നിർവഹിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയാത്തത് ഒരു കാരണമാണെന്ന് ഞങ്ങൾ വിമർശിക്കുകയാണ്. യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് KC ജോസഫ് അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി സെക്രട്ടറി K മാധവൻപിള്ള, LDF നേതാക്കളായ K സോമപ്രസാദ്, CS സുജാത, അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA, പ്രൊഫസർ MT ജോസഫ്, കൃഷ്ണകുമാരി രാജശേഖരൻ, മോഹൻ ചേന്നംകുളം, ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ, MR രഘുദാസ്, മാത്യൂസ് ജോർജ് എന്നിവർ സംസാരിച്ചു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കുട്ടനാട് മണ്ഡലം കൺവെൻഷൻ നടത്തി. കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാജ്യത്ത് മുഴുവൻ തന്നെ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്, ആ സഖ്യം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പേ തന്നെ എത്രയോ മുന്നേറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് രാജ്യത്ത് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് നമുക്ക് എത്രയോ തെരഞ്ഞെടുപ്പുകൾ കണ്ടിരിക്കുന്നു, ഇതിനകം എത്രയോ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് രാജ്യത്ത്. പക്ഷേ ഇതാദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ രാജ്യത്ത് ആരധികാരത്തിൽ വരും എന്ന് കൃത്യമായി ഈ രാജ്യത്തെ ജനങ്ങൾ വിധി എഴുതിയ തെരഞ്ഞെടുപ്പാണ് ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഈ രാജ്യത്തെ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും പറയും, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആരധികാരത്തിൽ വരും, ആര് പ്രധാനമന്ത്രിയാകുമെന്ന് ചോദിച്ചാൽ അത് ശ്രീ നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സംശയമില്ല. രാമങ്കരിയിൽ നടത്തിയ കൺവെൻഷനിൽ BJP മണ്ഡലം പ്രസിഡന്റ് വിനോദ് G മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ BDJS ജില്ലാ സെക്രട്ടറി സതീഷ് കായംകുളം മുഖ്യപ്രഭാഷണം നടത്തി. BDJS മണ്ഡലം പ്രസിഡന്റ് നിധിൻ MD മുട്ടേൽ, BJP സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് സുദീപ്, ജില്ലാ സെക്രട്ടറി സജു ഇടക്കല്ലിൽ, ജില്ലാ ട്രഷറർ KG കർത്ത, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് MR സജീവ്, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി മാത്യു ജോസഫ് തെക്കേപ്പറമ്പിൽ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സുനിമോൾ പ്രസാദ്, മുൻ മണ്ഡലം പ്രസിഡന്റ് D പ്രസന്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. LDF സർക്കാരിന്റെ മുഖം തസ്കര വീരന്മാരുടേതാണെന്ന് KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS സലീം. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക, ക്ഷാമാശ്വാസ കുടിശ്ശിക എന്നിവ നീട്ടിവെക്കുന്നതിൽ പ്രതിഷേധിച്ച് ചങ്ങനാശ്ശേരി പെൻഷൻ ട്രഷറി പടിക്കൽ KSSPA നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റം മൂലം ജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ ലഭ്യമാകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും വെട്ടിച്ചുരുക്കി ധൂർത്ത് നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും കൊള്ളക്കാരെ പോലെ ജനങ്ങളോട് പെരുമാറരുതെന്നും TS സലീം ആവശ്യപ്പെട്ടു. 39 മാസം നമുക്ക് കിട്ടുവാനുള്ള കുടിശ്ശിക പിണറായി വിജയനും കൂട്ടാളികളും കൂടി ധൂർത്തടിക്കുന്നതിന് വേണ്ടി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള ഭീകരമായ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങോട്ടും ഞങ്ങൾക്ക് 2% മതിയെന്ന് പറയുന്ന കപട പെൻഷൻ സുഹൃത്തുക്കൾ നമ്മോടൊപ്പമുണ്ട്. ഇത്തരത്തിൽ ആട്ടുംതോലിട്ട ചെന്നായികളെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോഴും സർക്കാരിനെ സംരക്ഷിക്കണമെന്ന് പറയുന്നവർ പിണറായി വിജയനെയും
എല്ലാ മാസവും മാസപ്പടി വാങ്ങുന്ന പിണറായി വിജയന്റെ മകളെയുമാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കേട്ടുകേൾവി പോലുമില്ലാത്ത തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അടപ്പതിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ സമരവുമായി കടന്നു വരുന്നത്. നിങ്ങൾ ഓർക്കണം, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 1/7/2009 മുതൽ 2021 മെയ് മാസം വരെയുള്ള ആ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നമുക്ക് മെയ്യിലാണ് കിട്ടേണ്ടിയിരുന്നത്. 2001 നമുക്ക് ലഭ്യമാകേണ്ട പൈസ കേരള ചരിത്രത്തിലാദ്യമായി തടഞ്ഞുവെച്ച ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. KSSPA നിയോജക മണ്ഡലം പ്രസിഡന്റ് MS അലി റാവുത്തർ ധർണാ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് PK മണിലാൽ, സെക്രട്ടറി PJ ആന്റണി, ജില്ലാ ഭാരവാഹികളായ ബേബി ഡാനിയൽ, K ദേവകുമാർ, സുരേഷ് രാജു, KM ജോബ്, PT തോമസ്, TS ഉണ്ണികൃഷ്ണൻ നായർ, ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, VI ജോഷി, TP ജേക്കബ് എന്നിവർ സംസാരിച്ചു. വേണ്ടത്ര സുരക്ഷയില്ലാതെ ജോലി നോക്കേണ്ടി വരുന്ന റെയിൽവേ ജീവനക്കാരുടെ വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറയുന്നത്. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനും സുരക്ഷയുടെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. സ്റ്റേഷനിലെ ജീവനക്കാർക്ക് മാത്രമല്ല, യാത്രക്കാർക്കും അപകടം വരുത്തിവെക്കാവുന്ന സുരക്ഷാ വീഴ്ചകൾ ഇവിടെ ഏറെയുണ്ട്. ട്രെയിനുകളിൽ റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ നിരവധിയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് അന്യസംസ്ഥാന തൊഴിലാളിയുടെ ആക്രമണത്തിൽ വിനോദ് എന്ന TTEയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതോടെ പ്രകോപിതനായ ഇയാൾ വിനോദിനെ പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സംഭവത്തോടെയാണ് റെയിൽവേ ജീവനക്കാർ അനുഭവിക്കുന്ന ദുരിതം പുറം ലോകമറിഞ്ഞത്. ഇതിനുശേഷവും ട്രെയിനിൽ ജീവനക്കാർ ആക്രമിക്കപ്പെട്ടു. ഇതോടെ സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. അതീവ സുരക്ഷ വേണ്ട പല റെയിൽവേ സ്റ്റേഷനുകളും അത്തരത്തിലല്ല എന്നതാണ് വാസ്തവം. പലയിടത്തും വേണ്ട രീതിയിൽ പരിശോധനകൾ നടക്കുന്നില്ല. ആർക്കും എങ്ങനെയും റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നുവരാമെന്ന സ്ഥിതിയുണ്ട്. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. റെയിൽവേ സ്റ്റേഷന് പിൻവശത്തു കൂടിയുള്ള ഗുഡ് ഷെഡ് റോഡ് ആർക്കും സ്റ്റേഷനിലേക്ക് കടന്നു കയറാൻ വിധം തുറന്നു കിടക്കുകയാണ്. മതിലോ വേലിയോ കെട്ടി വേർതിരിച്ചിട്ടില്ല. നിയമപരമായി ഈ വഴിയിലൂടെ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നത് റെയിൽവേ വിലക്കിയിട്ടുണ്ടെങ്കിലും മിക്കവരും ഈ വഴി തന്നെയാണ് കടന്നു വരുന്നത്. ഇതര സംസ്ഥാനക്കാരും സാമൂഹിക വിരുദ്ധരും ഉൾപ്പെടെയുള്ളവർ RPFന്റെ കണ്ണിൽപ്പെടാതെ ട്രെയിനിലേക്ക് ഓടിക്കയറാനെത്തുന്നതും ഈ വഴിയാണ്. സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യവും ഇവിടെയില്ല. സാമൂഹിക വിരുദ്ധരുടെ പ്രധാന താവളം കൂടിയാണ് ഇവിടം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് CCTV പ്രവർത്തന സജ്ജമായിട്ടില്ല. ഇത് കാരണം സ്റ്റേഷനുള്ളിൽ ആക്രമണം നടത്തുകയോ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുകയോ ചെയ്താൽ ഇത്തരക്കാരെ പിന്തുടരാൻ സാധിക്കാതെ വരുന്നു. സ്റ്റേഷനിലേക്ക് വരുന്നവരെയും കടന്നുപോകുന്നവരെയും തിരിച്ചറിയാനും സംവിധാനമില്ല. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ 6 സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് സ്റ്റേഷൻ ഡ്യൂട്ടിയിലുള്ളത്. ഇവരുടെ അംഗസംഖ്യയിലെ കുറവും വെല്ലുവിളിയാണ്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ യാത്രക്കാരുടെ സുരക്ഷയും പൂർണ്ണ തോതിലാകുമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. ചെങ്ങന്നൂർ അഗ്നിരക്ഷാ നിലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന നീന്തൽ പരിശീലനം സമാപിച്ചു. ബുധനൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. എണ്ണക്കാട് കുട്ടമ്പേരൂർ ആറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിൽ 23 ദിവസമായി നടന്നുവന്ന പരിശീലന പരിപാടിയിൽ പെരിങ്ങിലിപ്പുറം എണ്ണക്കാട് ഉളുന്തി UP സ്കൂളിലെ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള 50ഓളം കുട്ടികളാണ് നീന്തൽ പരിശീലിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട 50 കുട്ടികളെ 3 ബാച്ചുകളായി തിരിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശരത് ചന്ദ്രൻ, സുനിൽ ശങ്കർ, ഹോംഗാർഡ് പ്രദീപ് കുമാർ എന്നിവരാണ് നീന്തൽ പരിശീലിപ്പിച്ചത്. എണ്ണക്കാട് കുട്ടമ്പേരൂർ ആറിന് സമീപം നടന്ന ചടങ്ങിൽ പരിശീലനം ലഭിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഞങ്ങൾ ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കാനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷം ചെങ്ങന്നൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് മാത്രമായിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 15 പേരെ എങ്കിലും ഒരു വർഷം വെള്ളത്തിൽ നിന്ന് അവരുടെ മൃതദേഹം കണ്ടെടുക്കേണ്ട സാഹചര്യം, ആ ഒരു ദുരവസ്ഥ നേരിടുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസെന്ന് പറഞ്ഞാൽ, ഈ വന്നിറങ്ങുന്നവരൊക്കെ പലരും നീന്തൽ അറിയാൻ മേലാത്തത് മൂലമാണ് ഈ അപകടത്തിൽപ്പെടുന്നതെന്നുള്ളതാണ് അതിലൊരു യാഥാർത്ഥ്യം. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിൽ കൂടി നമ്മൾ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം 48 കുട്ടികൾ ആദ്യം ഉണ്ടായിരുന്നു. ചിലർക്ക് ഭയം മൂലവും ചിലർക്ക് ചില അസുഖങ്ങൾ മൂലവും തുടർന്ന് പരിശീലനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഏകദേശം 40 പേരോളം പൂർണ്ണമായും ഇതിലെ പങ്കാളികളായി. നിങ്ങൾ നന്നായിട്ട് നീന്തുന്നുണ്ട്,
നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകി എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ പൂർണ്ണമായും നീന്തൽ പരിശീലിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഇനിയും അപകടത്തിൽ ചാടരുത്. ഇങ്ങനെ ഒരു പരിശീലനം കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ പഞ്ചായത്തും ഫയർഫോഴ്സും ഇനിയും മുന്നോട്ട് വരണമെന്ന് രക്ഷാകർത്താക്കളും പറഞ്ഞു. യോഗത്തിൽ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലത മധു, ചെങ്ങന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ സുനിൽ ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ ശ്രീകുമാർ, അഡ്വക്കേറ്റ് ജി ഉണ്ണികൃഷ്ണൻ, നിർവഹണ ഉദ്യോഗസ്ഥ കെ മിനി എന്നിവർ പങ്കെടുത്തു. നെഹ്റു ട്രോഫി ഉൾപ്പെടെ CBL മത്സരങ്ങൾക്കായി തലവടി ചുണ്ടനിൽ ഇക്കുറി UBC കൈനഗരി തുഴയേറി. ഇത് സംബന്ധിച്ചുള്ള ധാരണാപത്രം ഒപ്പുവെച്ചതായി പ്രസിഡന്റ് ഷീനു എസ് പിള്ള അറിയിച്ചു. ചുണ്ടൻ വള്ളസമിതി വർക്കിംഗ് പ്രസിഡന്റ് ജോമോൻ ചക്കാലയിൽ അധ്യക്ഷത വഹിച്ച യോഗം തലവടി ചുണ്ടൻ വള്ളം ശില്പി സാബു നാരായണനാചാരി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി റിക്സൺ എടത്തിൽ, ട്രഷറർ അരുൺ പുന്നശ്ശേരിൽ, UBC കൈനഗരി ടീം പ്രസിഡന്റ് സുനിൽ പത്മനാഭൻ, സെക്രട്ടറി സജിമുൻ വടക്കേ ചാവറ എന്നിവർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വൈസ് പ്രസിഡന്റുമാരായ KR ഗോപകുമാർ, പ്രിൻസ് പാലത്തിങ്കൽ, മീഡിയ കോർഡിനേറ്റർമാരായ അജിത് കുമാർ പിഷാരത്ത്, ഡോക്ടർ ജോൺസൺ B ഇടിക്കുള, ജോജി J വയലപ്പള്ളി, UBC കൈനഗരി ടീം രക്ഷാധികാരി KA പ്രമോദ്, ലീഡിംഗ് ക്യാപ്റ്റൻ രാഹുൽ പ്രകാശ്, ക്യാപ്റ്റൻ പത്മകുമാർ പുത്തൻപറമ്പിൽ എന്നിവർ സംസാരിച്ചു. 2023 ജനുവരി 1 നീരണിഞ്ഞ തലവടി ചുണ്ടൻ വള്ളം കഴിഞ്ഞ സീസണിൽ കന്നിയംഗത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. വധശ്രമമടക്കം ഒട്ടനവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഗുണ്ടാ നേതാവിനെ കാപ്പ ചുമത്തി പുളിക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവല്ല കടപ്ര വളഞ്ഞവട്ടം സീറോ ലാൻഡ് കോളനിയിൽ കാവിൽ തെക്കേതിൽ വീട്ടിൽ അൻവർ ഹുസൈനെയാണ് അറസ്റ്റ് ചെയ്തത്. പരുമലപ്പള്ളി പെരുന്നാൾ സമാപന ദിവസം സംഘം ചേർന്ന് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ 1ാം പ്രതിയാണ് പിടിയിലായ അൻവർ ഹുസൈൻ. കേസിലെ മറ്റു പ്രതികൾ മുമ്പ് പിടിയിലായിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ പ്രതിയെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ കാപ്പ ചുമത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയോടെ CI S സജികുമാർ, ASI SS അനിൽകുമാർ, CPOമാരായ അഖിൽ, മനോജ് എന്നിവർ അടങ്ങുന്ന സംഘം തിരുവല്ല നഗരത്തിന് സമീപത്തെ ഒളിത്താവളത്തിൽ നിന്നും പിടികൂടുകയായിരുന്നു. വധശ്രമമടക്കം ഇയാൾക്കെതിരെ പുളിക്കീഴ്, തിരുവല്ല, തൃക്കൊടിത്താനം സ്റ്റേഷനുകളിൽ നിരവധി ക്രിമിനൽ കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. കാപ്പ നിയമപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചു. കുട്ടനാട്ടിലെ മങ്കൊമ്പ് തെക്കേക്കര സെന്റ് ജോൺസ് ഇടവക ദൈവാലയത്തിന്റെ കൂദാശ കർമ്മം ശനിയാഴ്ച നടന്നു. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-നാണ് കൂദാശ കർമ്മങ്ങൾ ആരംഭിച്ചത്. ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങുകൾക്ക് ശേഷം സ്നേഹവിരുന്നും നടന്നു. ഇത് ദേവാലയമാകുന്നതിന് ദൈവത്തിൻ്റെ സാന്നിധ്യം വേണമല്ലോ. ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ വാസസ്ഥലം. ദൈവം ഇവിടെ ഈ ശുശ്രൂഷയിൽ സന്നിഹിതനാകുന്നു. അതാണ് ദേവാലയ കൂദാശക്രമം എന്ന് പറയുന്നത്. ഈ ദേവാലയം കൂദാശ ചെയ്യുന്നതോടെ ദൈവം തൻ്റെ സാന്നിധ്യം ഇവിടെ നൽകുന്നു. ബലിപീഠം ദേവാലയത്തിൻ്റെ ഹൃദയം തന്നെയായ, ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലമായ മധുബഹായിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ബലിപീഠം കൂദാശ ചെയ്യപ്പെടുന്നതിലൂടെ, അത് അഭിഷേകം ചെയ്യപ്പെടുന്നതിലൂടെ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ അറിയുന്നു. 2018 മഹാപ്രളയത്തിൽ ദൈവാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചതോടെയാണ് പുതിയ പള്ളി നിർമ്മിക്കാൻ ഇടവകാംഗങ്ങൾ തീരുമാനിച്ചത്. തുടർന്ന് 2019 ഡിസംബർ 27 ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം അടിസ്ഥാനശില ആശീർവദിച്ചു. കോവിഡ് പ്രതിസന്ധി മൂലം നിർമ്മാണം മുടങ്ങി. 15 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം 2021 മാർച്ച് 19 വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ ദിനത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പുളുങ്ങുന്ന ചമ്പക്കുളം ഇടവകകളിലെ 43 കുടുംബങ്ങളുമായി ആരംഭിച്ച തെക്കേക്കര സെന്റ് ജോൺസ് ഇടവകയിൽ ഇന്ന് 330 കുടുംബങ്ങളുണ്ട്. ഇടവകയുടെ ചരിത്രത്തിൽ ഇതോടെ 4 തവണയാണ് ദൈവാലയം പുനർനിർമ്മിക്കുന്നത്.
ഏപ്രിൽ 7 ഞായറാഴ്ച രാവിലെ 9:30 നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ തോമസ് പുത്തൻപുരയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. 11 മണിക്ക് ശതാബ്ദി ജൂബിലി സമാപന സമ്മേളനം ആരംഭിക്കും. ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേജർ വേഴപ്ര കൊട്ടാരത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ പുണ്യം നുകർന്ന ഭക്തർ. 5ാം ദിവസമായ ശനിയാഴ്ച നടന്ന രുക്മിണി സ്വയംവരത്തിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ഭാഗവത സപ്താഹയജ്ഞം 5ാം ദിവസമായ ശനിയാഴ്ച രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം 8 മണിക്ക് ഭാഗവത പാരായണം ആരംഭിച്ചു. 8:30 ശ്രീഭൂതബലിയും തുടർന്ന് നവകവും കലശാഭിഷേകവും നടന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം 11-നായിരുന്നു രുക്മിണി സ്വയംവര ചടങ്ങുകൾ. ശക്തിപ്രഭ് മഹാദേവർ ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര യജ്ഞശാലയിൽ എത്തിച്ചേർന്നത്. ഉച്ചയ്ക്ക് 1-ന് പ്രസാദമൂട്ടും വൈകിട്ട് 5-ന് സർവൈശ്വര്യ പൂജയും നടന്നു. അമ്പലപ്പുഴ സുകുമാരൻ നായരാണ് യജ്ഞാചാര്യൻ. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജേഷ് സോമൻ പത്തിൽ, സെക്രട്ടറി രാജൻ കല്ലുമേൽ, വൈസ് പ്രസിഡന്റ് മിനി അജികുമാർ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ശനിയാഴ്ചത്തെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഭാഗവത സപ്താഹയജ്ഞം തിങ്കളാഴ്ച സമാപിക്കും. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന കിലെ IAS അക്കാദമിയിലേക്ക് അടുത്ത ബാച്ച് സിവിൽ സർവീസ് പ്രിലിമിനറി മെയിൻ പരീക്ഷയുടെ പരിശീലനത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. കേരള അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ മക്കൾക്കും ആശ്രിതർക്കും ഈ പരിശീലനം പ്രയോജനപ്പെടുത്താം. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. 10 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ക്ലാസുകൾ 2024 ജൂൺ ആദ്യവാരം ആരംഭിക്കും. ഈ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളികളുടെ ബിരുദധാരികളായ ആശ്രിതർ ക്ഷേമനിധി ഓഫീസുകളിൽ നിന്ന് വാങ്ങിയ ആശ്രിതത്വ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷിക്കേണ്ട വിധവും ലിങ്കും kile.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അവസാന തീയതി 2024 ഏപ്രിൽ 20. കൂടുതൽ വിവരങ്ങൾക്ക് 7907099629 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സർക്കാരിൻ്റെ ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന CDIT 5 മുതൽ +2 വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന അവധിക്കാല കമ്പ്യൂട്ടർ പരിശീലനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഏപ്രിൽ 10-നകം അപേക്ഷിക്കാം. പൈത്തൺ, PHP, ജാവ, C++ എന്നീ പ്രോഗ്രാമിംഗ് ഭാഷകളും ഗ്രാഫിക് ഡിസൈനിംഗ്, വെബ് ഡിസൈനിംഗ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്, അനിമേഷൻ, ഓഫീസ് ഓട്ടോമേഷൻ, അക്കൗണ്ടിംഗ്, ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, റോബോട്ടിക്സ് തുടങ്ങി 20ഓളം കോഴ്സുകളിലും ഓഗ്മെന്റഡ് വെർച്വൽ റിയാലിറ്റി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ എത്തിക്സ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നിവയിലുമാണ് പരിശീലനം. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന CDITന്റെ അംഗീകൃത പരിശീലന കേന്ദ്രങ്ങൾ വഴിയാണ് കുട്ടികൾക്ക് 2 മാസത്തെ പരിശീലനം നൽകുന്നത്. പരിശീലനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ടെക്സ്റ്റ് ബുക്കും സ്കൂൾ ബാഗും സൗജന്യമായിരിക്കും. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും www.cdit.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 9895889892 എന്ന മൊബൈൽ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ 2024 ഏപ്രിൽ 30 മുമ്പായി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുകയോ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്ഷേമനിധി കോട്ടയം ജില്ലാ ഓഫീസിൽ ഹാജരാക്കുകയോ ചെയ്യേണ്ടതാണ്. ലൈഫ് സർട്ടിഫിക്കറ്റ് മസ്റ്ററിംഗ് നടത്തിയവർക്ക് മാത്രമേ നിശ്ചിത കാലാവധിക്ക് ശേഷം പെൻഷൻ ലഭിക്കുകയുള്ളൂവെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6535 രൂപ, പവന് 52,280 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.